അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതലുള്ള വചനത്തില് പൗലോസ്ലീഹായുടെ മാനസാന്തരത്തിന്റെ വലിയ സംഭവം വിവരിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയാറുണ്ട്, കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ ആത്മാവിനെ കാണാൻ കർത്താവ് നിന്റെ ഉൾക്കണ്ണ് തുറക്കണം. പൗലോസ്ലീഹായ്ക്കുണ്ടാകുന്ന ഈ അനുഭവം അവന് മനസ്സിലായി, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലൊന്നും, അത് വേറെ തലമാണത്, അങ്ങനെ സംഭവം ഉണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി എളിമപ്പെടണേ. ജീവിക്കുന്ന ദൈവം ഉത്ഥിതനായ ഈശോ ലോകത്തുണ്ട്, സഭയിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. കാണാൻ പറ്റാത്തത് അതെന്റെ അന്ധത കൊണ്ടാണ്, യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഫിലോസഫി കൊണ്ടുമാണ് നമ്മളിത് കാണാൻ നോക്കുന്നത്. കാണാൻ പറ്റില്ലത്. ഓരോ ദിവസവും സഭയിൽ ബലിപീഠത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ, സഭയിൽ ഓരോ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ, ദൈവവചനം മുറിച്ചു വിളമ്പുന്ന സമയത്തും, സഭ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഭയുടെ നടുവിലെത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18, 19, 20 വചനം പറയുന്നത് പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞെങ്കിൽ അതുണ്ട്. ആ ഈശോ കൊണ്ട് കാണാൻ പറ്റാത്തതാണ്. എൻ്റെ കണ്ണുകൾ അന്ധമാണ്. എൻ്റെ മനസ്സിൻ്റെ കണ്ണുകൾ, ആത്മാവിൻ്റെ കണ്ണ് പാപമൂലം തിമിരം ബാധിച്ചിരിക്കുക. അഹങ്കാരം കൊണ്ട്, കഠിന ഹൃദയം, വക്രത കൊണ്ട് പോയി അനുഭവിക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരുവന്റെ ഏറ്റവും വലിയ അധപ്പതനം. അവന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ ഈശോ പോകുമ്പോൾ അവർക്ക് ഈശോ തിരിച്ചറിയാൻ പറ്റും. അവർ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അതേത് കണ്ണുകളാണ് മൂടപ്പെട്ടത്? ആത്മാവിന്റെ കണ്ണുകളുടെ മൂടല്. പലരുടെയും വിചാരം എനിക്ക് നല്ല കാഴ്ചയുണ്ടെന്ന്. ഏറ്റവും വലിയ കാഴ്ച ഈ വസ്തുക്കൾ കാണുന്നതല്ല. കാഴ്ച കൂടിയുണ്ട്, ഈ വസ്തുക്കളെല്ലാം അറിവ് എൻ്റെ തല കൊണ്ട് ഇതല്ല ഏറ്റവും വലിയ കാഴ്ച. ദൈവത്തെ കാണുന്നതാണ് ഏറ്റവും വലിയ കാഴ്ച. ദൈവത്തെ ഇതുവരെയായിട്ട് നീ അനുഭവിച്ചിരുന്ന സഭയിലുള്ള ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാനും അനുഭവിക്കാനും വിശ്വസിക്കാനും സ്വന്തമാക്കാനും നിനക്ക് പറ്റിയിട്ടില്ലെങ്കിൽ 100% നീ ഒരു അന്ധനാണ്. നീ ബർത്തമീസിനെ പോലെ നീ പ്രാർത്ഥിക്കണം. ദാവീദിന്റെ പുത്ര യേശുവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം, നിലവിളിക്കണം. നീ അതിന്റെ അർത്ഥം എന്താ? ആ അന്ധതയുടെ കാരണം എന്തെന്ന് ബർത്തമീസ് പറയുന്നുണ്ട്. പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, ബിക്കോസ് ഓഫ് മൈ സിൻ. എന്താണ് പാപം? എന്നാണ് എൻ്റെ അവിശ്വാസം. കർത്താവിനെ അവിശ്വസിക്കുന്നു, ഈ വചനം അവിശ്വസിക്കുന്നു. അനുദപിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തോട് മാപ്പ് പറയുക, ചങ്കുപൊട്ടി കണ്ണുനീരോടെ മാപ്പ് പറയുക.